കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയ നിറഞ്ഞവരെ, കുടുംബം ദേവാലയമാകുവാൻ സഹായിക്കുന്ന അഞ്ചാമത്തെ തൂണ് അത് സംതൃപ്തിയുടെ തൂണാണ്. കുടുംബത്തിൽ സംതൃപ്തി ഉണ്ടാകുക. എങ്ങനെയാണ് സംതൃപ്തി ഒരു കുടുംബത്തിൽ കടന്നു വരുന്നത്? വെറുപ്പും സംശയവും ഒഴിവാകുന്നിടത്ത് സംതൃപ്തിയുടെ പ്രകാശം കുടുംബത്തിൽ പരക്കും. വെറുപ്പും സംശയവും ഒഴിവാകുന്നിടത്ത്. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 12-ാം അധ്യായം 15-ാം വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കും: ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. പ്രിയ നിറഞ്ഞവരെ, ഈ വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ വേര് പടരാതിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുടുംബത്തിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കുവാനായിട്ട്. പലപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഏതെങ്കിലും ചെറിയ മുറിവുകളോ അസ്വസ്ഥതകളോ അകൽച്ചയോ അത് മനസ്സിൽ നിറച്ച് അത് വെറുപ്പായി, വിരോധമായി, വൈരാഗ്യമായി, അകൽച്ചയായി അത് പലപ്പോഴും കുടുംബത്തിൻ്റെ സംതൃപ്തിയും സമാധാനവും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ളൊരു വിഷമം ഉള്ളിലുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞ് അതിനെ പൂർണ്ണമായും മാറ്റുവാനായിട്ട് മാതാപിതാക്കളും മക്കളും ഭാര്യ ഭർത്താക്കന്മാരും ശ്രമിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വസ്ഥതയിലൂടെ മക്കൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, വിഷമത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ ചോദിച്ച് മനസ്സിലാക്കണം. ഈ മാതാപിതാക്കൾ ഏതെങ്കിലും ബുദ്ധിമുട്ടിൽ കടന്നു പോയെങ്കിൽ മക്കളും അത് തിരിച്ചറിയണം. തൻ്റെ ഏതെങ്കിലും പ്രവൃത്തിയോ തൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റമോ എൻ്റെ മാതാപിതാക്കൾക്ക് അതൊരു അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നു എങ്കിൽ, അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ട് കടന്നു പോയെങ്കിൽ മക്കളത് മനസ്സിലാക്കി പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ഒരു സംതൃപ്തിയുടെ കുടുംബം, ഒരു ജീവിതം നയിക്കുമ്പോൾ ആ കുടുംബം ഒരു ദേവാലയമായി തീരുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ഒരു ഘടകമാണ് സംതൃപ്തിയോടുകൂടി ജീവിക്കുക. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്ന മനോഹരമായൊരു കാര്യമുണ്ട്. 1 തിമോഥെയോസ് 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കുട്ടികൾ ഇല്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് അനാവശ്യമായ കാര്യങ്ങൾ ഒത്തിരിയേറെ നിർബന്ധ ബുദ്ധിയോടുകൂടി മാതാപിതാക്കളെ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് അസ്വസ്ഥതയും അതൃപ്തിയും ഉണ്ടാക്കുകയാണ്. ഉള്ളത് തൃപ്തിയോടുകൂടി, ഉള്ളതിൽ സംതൃപ്തിയോടുകൂടി അതിനെ സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവഭക്തി പോലും വലിയൊരു കൃപയായി മാറുമെന്ന് ഇതാ സ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ സംതൃപ്തിയുടെ മനുഷ്യരായിട്ട് മാറുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരായി തീരുക. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവഭക്തി വലിയ അനുഗ്രഹത്തിലേക്ക്, കൃപയിലേക്ക്, നന്മയിലേക്ക് ആ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും നയിക്കുന്നു. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരായി തീരുവാൻ, സംതൃപ്തിയുള്ള മനുഷ്യരായിട്ട് തീരുവാൻ, ഞങ്ങളുടെ കുറവുകളിൽ പലപ്പോഴും അപരനെ നോക്കി പരിഭവപ്പെടാതിരിക്കുവാൻ, പരസ്പരം ഞങ്ങളിങ്ങനെ കമ്പാരിസൺ നടത്താതെ ജീവിതത്തിൽ മുന്നേറുവാൻ, ഞങ്ങളുടെ ഉള്ളിലുള്ള വെറുപ്പും സംശയമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സ്നേഹത്തോടെ, സമാധാനത്തോടെ, സമർപ്പണത്തോടെ, സാന്നിധ്യത്തോടെ, സാമീപ്യത്തോടെ ജീവിക്കുവാൻ, അങ്ങനെ സംതൃപ്തിയുള്ള മനുഷ്യരായി ജീവിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ ദേവാലയമാക്കി മാറ്റുവാൻ അനുഗ്രഹിച്ചാലും.
ക്ഷമയുടെ മാതൃക കാട്ടിയ നാഥ, ക്ഷമതൻ കരതലം നീട്ടിയാലും നീ, ക്ഷമയുടെ മാതൃക കാട്ടിയ നാഥ, ക്ഷമതൻ കരതലം നീട്ടിയാലും നീ, ക്രൂശിലെ ക്ഷമയാൽ ലോകം മുഴുവനും മുറിഞ്ഞൊരാ കരതാരിൽ അഭയമേകി നീ, സ്നേഹമേകി നീ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ.